പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ഈ അനുഗ്രഹീത പകലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ സച്ചിൻ്റെയും ഫെബിയുടെയും വിവാഹത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ഇരു കുടുംബങ്ങളിലെയും ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ ഏവരെയും ഈ പകലിൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി ഈ കുടുംബത്തിൻ്റെ മേൽ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് വെളിപ്പെടുത്തുന്നെന്ന് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഇവിടെ കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തിയതുപോലെ പ്രിയ സച്ചിൻ ബ്രദർ ബാംഗ്ലൂരിൽ ദൈവത്തെ ആരാധിക്കുന്ന ഗിൽഗാൽ ക്രിസ്ത്യൻ അസംബ്ലിയുടെ ശുശ്രൂഷകനായി ഞാൻ ആ പട്ടണത്തിലായിരിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങളായി പ്രിയ സച്ചിൻ ബ്രദർ അവിടെയുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ വളരെ ആത്മാർത്ഥമായി കർത്താവിനെ ആരാധിച്ചു വരികയും അവിടെയുള്ള എല്ലാ ശുശ്രൂഷകളിലും വളരെ ആത്മാർത്ഥമായി നിലകൊള്ളുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ് ബ്രദർ സച്ചിൻ. പ്രത്യേകിച്ച് ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പുത്രിക സംഘടനയായിരിക്കുന്ന CA ഞങ്ങളുടെ ലോക്കൽ സഭയുടെ സെക്രട്ടറി ആയിട്ടും കർത്താവിൻ്റെ ദാസൻ പ്രിയ സച്ചിൻ സേവനമനുഷ്ഠിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ഫെബിയെയും വിശേഷാൽ ഞാൻ വന്ദനം ചെയ്യുകയാണ്. കർത്താവ് പ്രിയ ഫെബിയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീത വിവാഹ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ ദൈവദാസനെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷാജി ജോർജ് പാസ്റ്റർ പ്രത്യേകിച്ച് ഇന്ന് പകൽ ഈ വിവാഹ ശുശ്രൂഷ ആശീർവദിക്കാൻ കർത്താവിൻ്റെ ദാസൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസനെ വിശേഷാൽ വന്ദനം ചെയ്യുകയാണ്. എൻ്റെ സ്നേഹിതന്മാരായി, കൂട്ടു സഹോദരന്മാരായി, കൂട്ടുവേലക്കാരായി ഈ സ്റ്റേജിലായിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ശശി ജോസഫ് പാസ്റ്റർ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രിസ്ബിറ്ററായി സേവനമനുഷ്ഠിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസനെ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെയും മകനും കുടുംബവും അവിടെയുള്ള ദൈവസഭയിൽ കർത്താവിനെ ആരാധിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന ഈ തലമുറയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ജോബൻ പാസ്റ്ററേയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ ആത്മാർത്ഥ സ്നേഹിതൻ പ്രിയ സാജൻ പാസ്റ്ററേയും വിശേഷാൽ വന്ദനം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കർണാടകയിൽ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാരാണ്. ഇന്ന് പകൽ ഒരുമിച്ചായിരിക്കുന്നതിൽ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇന്ന് പകൽ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പ്രിയ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുവാൻ വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്താട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കണം. വചനം പറയുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് പകൽ നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ ഒരുമിച്ച് കൂട്ടി യോജിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് പ്രിയ സച്ചിൻ്റെ പേരൻസ്, പ്രിയ റോയ്സ് ആൻഡ് പ്രിയ അമ്മാമ്മ വിശേഷാൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്രത്തോളം ഈ പ്രായം വരെ ഇവിടെ എത്തിച്ച് അവരെ എല്ലാം വേണ്ട കൈത്താങ്ങലും നൽകിക്കൊടുത്ത് പ്രിയ സച്ചനെ ഈ സ്റ്റേജിൽ എത്തിച്ചതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് വളരെയൊരു ത്യാഗമുണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ഫെബിയയുടെ പേരൻസ്, ഞങ്ങൾ നിങ്ങളെ വന്ദനം ചെയ്യുന്നു, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രിയ ഫെബിയ ഈ സ്റ്റേജിൽ ഇന്ന് പകൽ സന്തോഷത്തോടെ ആയിരിക്കുന്നെങ്കിൽ, പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ അധ്വാനം, താഗോചലമായ നിങ്ങളുടെ ജീവിതം അത് എടുത്തു പറയേണ്ടതാണ്. ആ വാത്സല്യ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമയം നമ്മുടെ മുമ്പിൽ ഒത്തിരി ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ കർത്താവ് ഏൽപ്പിച്ച വചന ശുശ്രൂഷയിലേക്ക് ഇന്ന് പകൽ പ്രവേശിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ നാം ഇവിടെ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇത് കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട ഈ വിവാഹ ശുശ്രൂഷ ഇത് മഹത്വരമാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഹോളി മാട്രിമണി, വിശുദ്ധ വിവാഹമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിവാഹമെന്ന് പറയുന്നത്, ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഇത് വിശുദ്ധമായിരിക്കണം. കാരണം ഇത് വിശുദ്ധനാൽ വിശുദ്ധിയിൽ ഭയങ്കരനായിരിക്കുന്ന കർത്താവിനാൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിവാഹം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം,
ഈ വിവാഹ ശുശ്രൂഷ കാണുന്ന വീക്ഷിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇതിനകത്തുണ്ട്. വിവാഹം കഴിച്ചവർ ഇതിനകത്തുണ്ട്, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ ദൈവവചനത്തിന്റെ വെളിപ്പാട് ഞാൻ വിളിച്ചു പറയുന്നു. കർത്താവിന് മുഖ്യ സ്ഥാനം കൊടുത്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഇന്ന് പകൽ നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. അങ്ങനെ വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ തുടക്കം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, കർത്താവ് എല്ലാം നല്ലതെന്ന് കണ്ടു. എല്ലാത്തിനെയും കർത്താവ് സൃഷ്ടിച്ചു, കർത്താവ് സകലത്തെയും ഉളവാക്കി. പ്രൈസ് ദി ലോർഡ്. എല്ലാം നല്ലതെന്ന് കർത്താവ് കണ്ടു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നന്നല്ല എന്ന് ദൈവം കണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഒരുക്കി കൊടുക്കും. വചനം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട്, സച്ചിനോട്, ഫെബിയോട് ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, പ്രൈസ് ദി ലോർഡ്, ദൈവം നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിരിക്കും. കർത്താവ് എവിടെ നോ പറയുന്നോ അതിനോട് നോ പറഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. കർത്താവിന് നല്ലതെന്താണോ അത് നമുക്കും നല്ലതത്രേ. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. കുടുംബജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വേഗത്തിൽ ഇരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കർത്താവ് കണ്ടു. കർത്താവ് എന്ത് ചെയ്തു? അവരെ ഒന്നാക്കി നിർത്തുകയാണ്. ഒന്ന്, കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത് വൺനെസ് ആൻഡ് യൂണിറ്റി, ഒത്തൊരുമയും ഐക്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒന്നത്രേ, ഒരു ദേഹമത്രേ. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം പ്രിയ സച്ചിനും പ്രിയ ഫെബിയായും ഇന്നുവരെ ജനിച്ചു വളർന്ന പശ്ചാത്തലം, ഇന്നുവരെ ജനിച്ചു വളർന്ന ആ പാരമ്പര്യം, അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന കുടുംബത്തെ വിട്ടുപിരിയും എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവരവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു പുതിയ കുടുംബജീവിതത്തിന് നിങ്ങൾ തുടക്കമിടുകയാണ്, ഒരു പുതിയ അധ്യായത്തിന് നിങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അപ്പനെയും അമ്മയും വിട്ട്, അല്ലെങ്കിൽ പഴയ സാഹചര്യത്തിൽ നിങ്ങൾ വിട്ടിട്ട് ഒരു പുതിയ സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരികയാണ്. ഇത് ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ട് ഈ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് ഒത്തൊരുമയാണ്. ഇന്ന് നിങ്ങൾ ഒന്നിച്ച് ഒരേ സീറ്റിലായിരിക്കുന്നത്. ഞങ്ങൾ ദൈവദാസന്മാർ പല സീറ്റിലായിരിക്കുന്നത്, പല കസേരകളിലായിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ദൈവം ഇന്നു മുതൽ ഒരുമിച്ചിരുത്തിയെങ്കിൽ മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ ആ ഐക്യതയിൽ, ദൈവസ്നേഹത്തിൽ, ആ യൂണിറ്റിയിൽ മുന്നേറുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. നിങ്ങളാണ് ഒന്നായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ഇരുവരും ഒന്നായി തീരുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് നിങ്ങളുടെ ഇടയിൽ സ്ഥാനമില്ല. നിങ്ങളുടെ ആലോചനക്കാരൻ, നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിരിക്കും. ഓരോ ദിവസവും പ്രാർത്ഥനയിൽ മുന്നേറുവാൻ, ദൈവത്തോട് ആലോചന ചോദിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. രണ്ടാമതായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തതയും വിശുദ്ധ ജീവിതവും നമുക്ക് ആവശ്യമാണ്. ഏറ്റവും പ്രധാനമാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തത. തമ്മിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം, തമ്മിൽ നിങ്ങൾ ഐക്യമത്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ആ പ്യൂരിറ്റിയിൽ, ആ വിശുദ്ധിയിൽ ജീവിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. മൂന്നാമതായിട്ട്, കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. പ്രൈസ് ദി ലോർഡ്. വ്യക്തമായ ആശയവിനിമയം. പ്രൈസ് ദി ലോർഡ്.
വ്യക്തമായ ആശയവിനിമയം. 2, നിങ്ങൾ പരസ്പരം നിങ്ങൾ മനസ്സിലാക്കണം. ഇരുവരും, നിങ്ങൾ രണ്ടുപേരും ഇരു കുടുംബങ്ങളിൽ ജനിച്ചു വളർന്നു, വിവിധ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർന്നു. ഇന്ന് കർത്താവിദാസന് ഉഭയസമ്മതത്താൽ നിങ്ങളെ ക്രിസ്തുവിൽ വിവാഹ ജീവിതത്തിലേക്ക് നിങ്ങളെ ഒന്നാക്കി തീർക്കുമ്പോൾ ഇനിയും നിങ്ങളിൽ വെളിപ്പെടേണ്ടത് 2 ചിന്തകളല്ല. പ്രൈസ് ദി ലോർഡ്. പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ദൈവിക ഐക്യത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പരസ്പരം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കാര്യമാണ്. ഈവൻ നമ്മുടെ ഭാഷകൾ പോലും തമ്മിൽ മനസ്സിലാക്കേണ്ടി വരും. തെക്കൻ കേരളത്തിൽ ജനിച്ചു വളർന്ന എനിക്കൊരു പക്ഷേ കണ്ണൂരിലെ ഭാഷ അത്രത്തോളം മനസ്സിലാകണമെന്നില്ല, ഈ മലബാറിലെ ഭാഷ ഒരു പക്ഷേ അത്രത്തോളം മനസ്സിലാകണമെന്നില്ല. വിവിധ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർന്ന നിങ്ങൾ തമ്മിലും ഭാഷയുടെ കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ചിന്തകൾ ഒരുപോലെ ആയിരിക്കണം. അത് ക്രിസ്തുവിനാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ സ്നേഹം, ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുത്താലും പരസ്പരം മനസ്സിലാക്കി അന്യോന്യം സഹകരിച്ച് അന്യോന്യം ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. പ്രൈസ് ദി ലോർഡ്. 4-ാമതായിട്ട് പെർസെവറൻസ് ആൻഡ് ഫോർഗീവ്നെസ്. സ്ഥിരോത്സാഹവും വിട്ടുവീഴ്ച മനോഭാവവും നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ സച്ചിൻ ഏതെങ്കിലും ഒരു കൂട്ടായിട്ട് ഒരു ക്രൗഡിൽ നിൽക്കുമ്പോൾ സച്ചിൻ ഒരു പക്ഷേ പറയുകയാ, കാക്ക വെളുത്തതാണെന്ന് പറഞ്ഞാൽ ഫെബി എന്ത് ചെയ്യണം? ഫെബിക്ക് അറിയാം കാക്ക വെളുത്തതല്ലെന്ന്. പക്ഷെ ഫെബി എന്ത് ചെയ്യണം? കാക്ക വെളുത്തതാണെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ അച്ചായനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, അച്ചായൻ എന്നാണോ വിളിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, എന്ത് വിളിച്ചാലും പ്രൈസ് ദി ലോർഡ് എന്ത് വിളിച്ചാലും അടുത്തിരുത്തിയിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുക്കണം, അച്ഛാ കാക്ക കറുത്താണ് ഇരിക്കുന്നത്, വെളുത്തല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവങ്ങൾ വെളിപ്പെടേണ്ടത്. നമ്മൾ ആരും പൂർണ്ണരല്ല, നമ്മൾ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരമുള്ള വിട്ടുവീഴ്ച മനോഭാവത്തിലേക്ക് നിങ്ങളെ നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തെ നോക്കി ഞാൻ പറയുന്നു, വിവാഹം കഴിച്ചവർ ഇതിനകത്തുണ്ട്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും കുടുംബ തകർച്ചയാൽ, കുടുംബ ജീവിതത്തിലെ പ്രശ്നത്താൽ ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, യേശു കർത്താവിന് സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇന്നു പകൽ ആര് സമർപ്പിച്ചു കൊടുക്കുന്നു, അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്തത് മാരേജ്. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്താൽ സ്ഥാപിതമാണ്. കുടുംബജീവിതം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. വചനത്തിൽ എല്ലാ വാക്യങ്ങളും ഞാൻ എടുത്തു വായിക്കുവാൻ ഇന്ന് പകൽ ശരണപ്പെടുന്നില്ല. ഇത് ഒരു സാക്ഷ്യമായി തീരണം, ഇതൊരു ശുശ്രൂഷയായി തീരണം. ഞങ്ങളുടെ ദൈവസഭയിൽ സച്ചിന് വളരെ ആത്മാർത്ഥമായി ദൈവവേലയിൽ കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു അനുഗ്രഹീത ദൈവദാസനാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ജോലി തന്നിട്ടുണ്ട്, ഉപജീവന മാർഗം നിങ്ങൾക്ക് തുറന്നു തന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഒരു മിഷണറി കുടുംബമായി ഇന്നു പകൽ കർത്താവ് ഇവരെ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്ന് പകൽ ഹൃദയത്തിൽ സ്വീകരിപ്പാൻ ആഗ്രഹമുള്ളവർ എൻ്റെ കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഓരോ കുടുംബജീവിതവും ദൈവനാമ മഹത്വത്തിന് അത് ശുശ്രൂഷയായി തീരണം. അതാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ ഇരുവരും സാക്ഷ്യം വഹിക്കണം. ശ്രദ്ധിച്ചേ. ആമേൻ. ഒന്ന്, നിങ്ങൾ റിഫ്ലെക്റ്റിംഗ് ക്രൈസ്റ്റ് ടു ദ വേൾഡ്. നിങ്ങളുടെ ജീവിതം, കുടുംബ ജീവിതം ക്രൈസ്റ്റ് സെന്റേർഡ് ആയിരിക്കണം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. മറ്റൊരാൾക്കും ഇതിനകത്ത് സ്ഥാനമില്ല. ആകെക്കൂടെ സ്ഥാനമുണ്ടെങ്കിൽ അവൻ ആ ക്രിസ്തുവിന് മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, ആ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ റിഫ്ലെക്റ്റിംഗ് ക്രൈസ്റ്റ് ടു ദ വേൾഡ് നമുക്ക് വേണ്ടി ജീവൻ നൽകി തന്ന, ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണൽ ലവായിട്ട് കാൽവരിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ സ്നേഹത്തെ മാനവരാശിയോട് പ്രദർശിപ്പിച്ച യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. അതായിരിക്കണം നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ബിൽഡിംഗ് എ ഗോഡ്ലി ഹോം. ക്രിസ്തു എവിടെയുണ്ടോ, ക്രിസ്തുവിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ നിങ്ങൾ പണിയപ്പെടുന്നത് ഒരു ദൈവികമായ ഭവനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്തത് ലിവിംഗ് എ ലെഗസി ഓഫ് ഫെയ്ത്ത്. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ പറയുന്നുണ്ട്,
ആമേൻ, നിങ്ങൾ വരുവാനിരിക്കുന്ന തലമുറയോട് നിങ്ങൾ പറയണം. കർത്താവ് പലയിടങ്ങളിലും അത് പറയുന്നുണ്ട്. നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളെ സന്താന പുഷ്ടിയുള്ളവരാക്കും. അല്ല, ഭൂമിയിൽ നിങ്ങൾക്ക് ദൈവം ആയുസ്സും ആരോഗ്യം തരുമ്പോൾ അടുത്ത തലമുറയോട് പറയാൻ ഒരു സാക്ഷ്യം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ സാക്ഷ്യം നിങ്ങൾ ഏറ്റെടുക്കുവാൻ ഇന്നു പകൽ നമ്മൾ സമർപ്പിച്ചു കൊടുക്കണം. ഇതിനകത്തിരിക്കുന്ന ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നുണ്ട്: ക്രിസ്തുവിൽ ജീവിപ്പാൻ, ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിപ്പാൻ, ആ ജയകരമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ആരെങ്കിലും വിവാഹ ജീവിതത്തിൽ ഏതെങ്കിലും ബന്ധനങ്ങൾ, ഏതെങ്കിലും പ്രയാസങ്ങൾ, ഏതെങ്കിലും തകർച്ചകൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്നു പകൽ യേശു കർത്താവിന് ഹൃദയം കൊടുക്കുക. കർത്താവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തെ പണിതെടുക്കുന്ന പകലായി തീരട്ടെ. നമുക്കറിയാം, കഴിഞ്ഞ 17-ാം തീയതി, കഴിഞ്ഞ ശനിയാഴ്ച ഇവരിരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു. പ്രിയ സച്ചിന്റെയും ഫെബിയായുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ 17 ശനിയാഴ്ച മംഗലാപുരത്ത് വെച്ച് നടക്കുവാൻ കർത്താവ് ദയ തോന്നി. ചിന്തിച്ചേ, നമുക്ക് വേണ്ടി ഒരു ആത്മമണവാളൻ ഒരുങ്ങുന്നുണ്ട്. ആ ആത്മമണവാളനെ കാത്തിരിക്കുന്ന ഒരു ദൈവസഭയുണ്ട്. അന്ന് വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ പിന്നെ അവർ ഒരുമിച്ച് കാണുന്നത് ഈ ഓഡിറ്റോറിയത്തിലാണ്. ഇവിടെ വിവാഹ ശുശ്രൂഷ കഴിയുമ്പോൾ സച്ചിൻ ഫെബിയായുടെ കയ്യിൽ പിടിച്ച് അവർ ഒരുമിച്ച് ഒരു ഭവനത്തിലേക്ക് പോകും. ഇവിടെ അവർ വന്നത് രണ്ടായിട്ടാണ്. ചിന്തിച്ചേ, വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സഭയെ ചേർക്കുവാൻ ഒരു കാന്തൻ വരുന്നുണ്ട്. ആ കാന്തന്റെ വരവ് ഏറ്റവും ആസന്നമായിട്ടുണ്ട്. ആ കാന്തനുമായിട്ട് മധ്യാകാശത്തിങ്കൽ അവൻ വിവാഹം കഴിക്കുവാൻ ഇന്നുവരെ ആരും ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഈ വിവാഹം നിശ്ചയത്തിലേക്ക് വരാൻ ഇന്നു പകൽ നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമോ? ലോകത്തെ രക്ഷിപ്പാൻ കഴിയുന്ന, ഉയർത്തുവാൻ കഴിയുന്ന ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമം യേശുവിന്റെ നാമമാണ്. എബ്രായരുടെ ലേഖനത്തിൽ വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടിക വരച്ചു കാണിച്ചിട്ട് അധ്യായത്തിൽ ഇപ്രകാരം 12-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നു: ആകയാൽ സാക്ഷികളുടെ വലിയ സമൂഹം, വിശ്വാസ വീരന്മാരുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. പക്ഷെ ഉയർത്തുവാൻ കൊല്ലാകുന്ന, മുറുകെ പിടിക്കുവാൻ കൊല്ലാവുന്ന ഒറ്റ നാമമേ ഉള്ളൂ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇന്ന് പകൽ ഈ യേശുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഒരു നിമിഷം എടുത്തിട്ട് പറ, എനിക്ക് എന്റെ യേശുവിനെ വേണം. ഒരു സ്ലീഹന്മാരിലൂടെയും രക്ഷയില്ല, ഒരു വിശുദ്ധന്മാരിലൂടെയും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. കാഹളം ധ്വനിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽപ്പിൽ കൈവിടപ്പെട്ടു പോകരുത്. അല്ല, ജീവനോടിരിക്കുകയാണെങ്കിൽ ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കാതെ പോകരുത്. ഇന്ന് പകൽ ഇവരുടെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊരു നിഴലാണെങ്കിൽ ഒരു പൊരുൾ വെളിപ്പെടുകയാണ്. ആ പൊരുളിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞിരിക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച്, ഇന്നുവരെയും ആരെങ്കിലും യേശുവിന് ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതത്ര രക്ഷാ ദിവസം, ഇതത്ര സുപ്രസാദ കാലം, ഒരു നിമിഷം കണ്ണടച്ചിട്ട് പറ, ഈ കർത്താവിനെ എന്റെ ജീവിതത്തിൽ വേണം. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. കുഞ്ഞാട്ടിൻ കല്യാണ മഹൽ ദിനത്തിൽ തന്റെ കാന്തയാകും വിശുദ്ധ സഭ. ഇന്നുവരെ ഹൃദയത്തിൽ സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാണ്. വിശ്വാസത്തോടെ ഇന്ന് മകൾ ചേർന്ന് പാടിയാട്ട് ആ യേശുവിന്റെ വരവാസനമാ. എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം, എന്തെന്തു സന്തോഷം.
കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ യേശുവിന്റെ നാമത്തിൽ നിന്നിറങ്ങിടുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം ശബ്ദമുയർത്തി ചേർന്ന് പാടിയാണ്. എല്ലാവരും ഒരു സമർപ്പണത്തിലേക്ക് ഇന്ന് പകൽ വരട്ടെ. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിച്ചറിയുന്നവർ യേശു വരും, അത് നിശ്ചയം. കാഹളത്തിൽ അവന്റെ ശബ്ദം കേൾക്കും. എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട കൊയർ ലീഡ് ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഗിൽഗാൽ ക്രിസ്ത്യൻ അസംബ്ലിയുടെ അനുഗ്രഹീത സഹോദരങ്ങളാണ്, അനുഗ്രഹീത കൊയറാണ്. അവർക്ക് നല്ലൊരു കൈയടിക്കുന്ന പകൽ എല്ലാവരും ചേർന്ന് കൊടുത്താട്ടെ. കർത്താവ് കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്ക് മുന്നേ ശുശ്രൂഷിച്ച ഫെബിയയുടെ പാസ്റ്റർ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.